രാഷ്ട്രീയ പ്രവർത്തനത്തിലും തെരഞ്ഞെടുപ്പിലും ബോംബുകൾക്ക് എന്താണ് പ്രസക്തി? പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിന് മറുപടി തരേണ്ടിയിരുന്നത് CPM എന്ന പാർട്ടിയും അവിടെ മത്സരിക്കുന്ന ശ്രീമതി KK ശൈലജ എന്ന സ്ഥാനാർത്ഥിയുമാണ്. എന്നാൽ ഈ ഒരു ഇൻസിഡന്റ് നടന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഈ ഒരു വിഷയത്തോട് CPM പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ പ്രതികരണം എന്തായിരുന്നു എന്നാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് പാനൂർ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതിനെ രാഷ്ട്രീയമായിട്ട് കാണേണ്ടതില്ല എന്നാണ്. കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ CPM നേതാക്കൾ നടത്തിയ സന്ദർശനത്തെ അദ്ദേഹം ന്യായീകരിക്കുകയും ചെയ്തു. അതായത് മരണവീട്ടിൽ പോകുന്നത് നിഷിദ്ധമായൊരു കാര്യമല്ല എന്നും അത് മനുഷ്യത്വത്തിന്റെയും അനുകമ്പയുടെയും അടയാളമാണ് എന്നാണ് ശ്രീ പിണറായി വിജയന്റെ ക്യാപ്സ്യൂൾ. എന്നാൽ CPM പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ആദ്യം പാർട്ടിക്ക് പങ്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പാർട്ടിക്കാരാണെന്ന് തെളിഞ്ഞപ്പോൾ അവര് രക്ഷാപ്രവർത്തനത്തിന് പോയവരാണെന്നും എന്നാൽ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഇവരെല്ലാരും കൂടെ ബോംബ് നിർമ്മിച്ചത് രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താൻ വേണ്ടിയാണെന്നും അതിൽ CPM DYFI ഭാരവാഹിത്വം അടക്കമുള്ളവരാണ് പ്രതികളെന്നും പോലീസ് തെളിവ് സഹിതം രേഖപ്പെടുത്തിയത് അത് പുറത്തു വന്നപ്പോൾ അതിന് DYFI ആണ് മറുപടി പറയേണ്ടതെന്നും DYFI CPMന്റെ പോഷക സംഘടന അല്ല എന്നും അങ്ങനെ ഓരോ ദിവസവും പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ ഈ CPM പാർട്ടി സെക്രട്ടറിക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എന്നാൽ ഇതിൽ ഏറ്റവും മികച്ച ക്യാപ്സ്യൂൾ പറഞ്ഞത് പാലക്കാടിലെ LDF സ്ഥാനാർത്ഥി ശ്രീ A വിജയരാഘവൻ ആയിരുന്നു. ആരെങ്കിലും എവിടെയെങ്കിലും പടക്കം പൊട്ടിച്ചാൽ പാർട്ടി എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങൾ വിശദീകരണം ചോദിച്ചപ്പോൾ വിജയരാഘവൻ മറുപടി പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാർ ബോംബ് ഉണ്ടാക്കുന്നവരല്ല എന്നും സമാധാനപരമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കേട്ടപ്പോഴാണ് എനിക്ക് മറ്റൊരു സംഭവം ഓർമ്മ വന്നത്. അതായത് 2015 ഇതിന്റെ തൊട്ടടുത്ത പ്രദേശമായ കലിക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ 2 പേര് കൊല്ലപ്പെട്ടിരുന്നു. പതിവ് പോലെ അവരും CPM പ്രവർത്തകർ തന്നെയാണ്. എന്നാൽ ഈ മരിച്ച 2 പേർക്കും വീരപരിവേഷം നൽകി പാർട്ടി സ്മാരക സ്തൂപമൊക്കെ നിർമ്മിച്ചതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഈ സംഭവത്തോടനുബന്ധിച്ച് ഒട്ടേറെ CPM പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ വേണ്ടി വന്നാൽ പോലീസ് സ്റ്റേഷനിലും ഞങ്ങൾ ബോംബ് നിർമ്മിക്കും എന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ് പോലീസിനെ ഭീഷണിപ്പെടുത്തിയതൊന്നും ജനം മറക്കാനിടയില്ല. അതിലെ വിരോധാഭാസം എന്താന്ന് വെച്ചാൽ തൊട്ടടുത്ത വർഷം അതായത് 2016 ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായി ഇതേ പോലീസ് സേനയെയും സ്റ്റേഷനുകളെയും നയിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ശ്രീമതി KK ശൈലജയുടെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. വളരെ ഇൻസെൻസിറ്റീവ് ആയിട്ട് വടകരയിലെ വോട്ടർമാരെയും കേരളത്തിലെ ജനങ്ങളെയും പരിഹസിക്കുന്ന ഒരു പ്രസ്താവനയാണ് അവരിൽ നിന്നുണ്ടായത്. നാട്ടിൽ കലാപം ഉണ്ടാക്കാനും രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാനും വേണ്ടി ബോംബ് നിർമ്മിക്കുന്നതും അതിന്റെ ഇടയിൽ ബോംബ് പൊട്ടിത്തെറിച്ചൊരു മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നതും പലർക്കും പരിക്ക് പറ്റുന്നതും ഇതൊക്കെ നമ്മളെ ആശങ്കപ്പെടുത്തിയ വളരെ ഗൗരവമേറിയ ഈ വിഷയം ശ്രീമതി KK ശൈലജയ്ക്ക് തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടാത്ത നിസ്സാരമായ ഒരു പ്രാദേശിക വിഷയം മാത്രമാണ്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച TP ചന്ദ്രശേഖരൻ വധത്തിൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ച CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞനന്ദനെ ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരാള് എന്നാണ് ശ്രീമതി KK ശൈലജ വിശേഷിപ്പിച്ചത്. മറിച്ച് വളരെ കാലങ്ങളായിട്ട് പരിചയമുണ്ടായിരുന്ന ശ്രീ TP ചന്ദ്രശേഖരനോടോ അദ്ദേഹത്തിന്റെ പത്നി ശ്രീമതി KK രമയോടോ ഒരു സിമ്പത്തിയോ ഒരു എംപതി അവർ കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അവരുടെ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കുന്നത് കാണാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കൂടാതെ ശ്രീമതി KK ശൈലജ കൂത്തുപറമ്പ് MLA ആയിരുന്ന സമയത്ത് ആ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പാലത്തായിൽ നടന്ന സംഭവം, അതായത് വെറും 3ാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ അവളുടെ അധ്യാപകൻ പീഡിപ്പിച്ച വിഷയം, അത് കേരളം മൊത്തം ചർച്ചയായിട്ടും ശ്രീമതി KK ശൈലജ അത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയത് ആ ക്രൂരമായ പീഡനവും അവർക്ക് നിസ്സാരമായ ഒരു പ്രശ്നമായി തോന്നിയത് കൊണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും ഞെട്ടലോടെ കേട്ട ആ സംഭവത്തിൽ ആ പ്രതിയെ അയാളെ കൃത്യമായിട്ട് അന്വേഷണം നടത്തി ശിക്ഷ മേടിച്ചു കൊടുക്കുന്നതിൽ സ്ഥലം MLA ആയിരുന്ന ശ്രീമതി KK ശൈലജയും അവരടങ്ങുന്ന ഗവൺമെന്റും കാണിച്ച അലംഭാവവും അതും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടാത്ത നിസ്സാരമായ സംഭവം തന്നെയാണോ? കൺമുൻപിൽ പിഞ്ചു കുട്ടികളടക്കം പീഡിപ്പിക്കപ്പെടുമ്പോഴും സ്ഫോടനങ്ങളിൽ മനുഷ്യർ ചിന്നിച്ചിതറി മരണപ്പെടുമ്പോഴും അതൊക്കെ നിസ്സാര സംഭവമാണ് എന്ന് പരസ്യമായി പറയാൻ കഴിയുന്നത്ര ആത്മവിശ്വാസം അത് നിങ്ങളുടെ PR ടീം നിങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിൽ ശ്രീമതി KK ശൈലജ, നിങ്ങൾ ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ ചിന്താശേഷിയാണ് വെല്ലുവിളിക്കുന്നത്. സ്തുതിപാഠകരെ കൂലിക്ക് നിർത്തിയാൽ പിന്നെ ജനങ്ങൾ അവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യില്ല എന്ന ധാരണ ചില രാഷ്ട്രീയക്കാർ വെച്ചു പുലർത്തുന്നുണ്ട്. അതിനുള്ള മറുപടി കൊടുക്കേണ്ടത് പ്രബുദ്ധരായ വോട്ടർമാരാണ്.
ആളെ കൊല്ലാനും ബോംബ് നിർമ്മിക്കാനും എന്ത് തെറ്റും ന്യായീകരിക്കാനും ഒരു കൂട്ടം ക്രിമിനലുകളും ഇമേജ് വർദ്ധിപ്പിക്കാനും വെള്ളപൂശാനും ലക്ഷങ്ങൾ ചെലവഴിച്ച് PR ടീമും മാധ്യമങ്ങളും ഉണ്ടെങ്കിൽ എന്തുമാവാം എന്ന ധാരണയുള്ളവരുടെ ആ അഹങ്കാരത്തിനുള്ള മറുപടി ആയിരിക്കട്ടെ ഈ വരുന്ന തെരഞ്ഞെടുപ്പ്.